എമ്പുരാൻ നാളെ റിലീസിനെത്തുകയാണ്. മലയാളം കണ്ട ഏറ്റവും വലിയ ചിത്രമെത്തുന്നത് കേരളത്തിൽ ഇന്ന് വരെ കാണാത്ത വമ്പൻ റിലീസായിട്ടാണ്. ചിത്രത്തിന്റെ പ്രമോഷന്റെ ഭാഗമായി ബംഗളൂരുവിൽ എത്തിയ L2 ടീമിന് വൻ വരവേൽപ്പാണ് ലഭിച്ചത്. ആരാധകരുടെ ചോദ്യങ്ങൾക്ക് താരങ്ങൾ മറുപടി നൽകി. അതിലേക്ക്. Hello everybody and thank you so much. In so many numbers you all have come. We are simply loving it. Thank you with all our heart. And working for Malayalam cinema, it's been a wonderful, amazing, unbelievable experience. One of the best so far. I never felt as if I was working in a Malayalam movie. I felt as if I was working in a Hollywood movie. So with all due respect, it's my debut in Malayalam movie, and what a dream debut with Mohanlal sir, and all thanks to Prithvi who decided to cast me for this film. I'm really privileged to be the part of Emparan. Please go and watch it on 27th tomorrow and make it a huge hit. Thank you so much, sir. It's our privilege too. Thank you, sir. My next question is for our star, Tovino sir. Sir, how are you doing? Hello. Sir, hi. After the fantabulous success of Armed, how does it feel to be part of the next blockbuster? Hello everyone. Thank you so much for having us here. I see a lot of Malayalis here. Should I speak in Malayalam? എന്നാ പിന്നെ മലയാളത്തിൽ പറയാം അല്ലേ? ഒരുപാട് സന്തോഷം. ലൂസിഫർ എന്ന് പറയുന്ന സിനിമ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാൻ കുറെ കാലം ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഞാൻ ആ സിനിമയിലെ ഡയലോഗ് വെച്ചിട്ടാണ് പിടിച്ചെന്നോണ്ട് പറഞ്ഞത്, മുട്ടെടുക്കാനും അറിയാം എന്ന് പറയുന്നത്. അപ്പൊ ആ സിനിമയില് വെറും നിസാര ദിവസങ്ങൾ ഷൂട്ട് ചെയ്ത നിസാര സീനുകളിലുള്ള പക്ഷെ അത്രയും ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ആ സിനിമയിൽ എനിക്ക് ഉണ്ടായിരുന്നത്. അതിന് അന്നത്തേതിന് തന്നെ തുടങ്ങി നന്ദി പറയുകയാണ്. താങ്ക് യു സോ മച്ച് രാജുവേട്ട. ഞാൻ ജനിക്കുന്ന സമയത്ത് ലാലേട്ടൻ ഇവിടുത്തെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറുള്ള ഒരാളാണ്. ഞാൻ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങുന്ന സമയത്ത് ലാലേട്ടൻ അതേപോലെ തന്നെ അതിനേക്കാളും വലിയ സൂപ്പർ സ്റ്റാർ ആയിട്ട് നിൽപ്പുണ്ട്. രാജുവേട്ടൻ അപ്പോഴത്തേക്കും ഭയങ്കര ഹ്യൂജ് സ്റ്റാറുമാണ്. ഇവരുടെയൊക്കെ കൂടെ ഇങ്ങനെ സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇവരുടെയൊക്കെ ഒപ്പം ഒരു സിനിമയിൽ, അതും ഇങ്ങനെ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് വലിയ സന്തോഷമാണ്. പിന്നെ മഞ്ജു ചേച്ചി എന്റെ സ്വന്തം ചേച്ചിയെ പോലെ തന്നെ എനിക്ക് ഇഷ്ടമുള്ള, ഞങ്ങളെ പോലെ അത്രയും അടുപ്പമുള്ളതാണ്. അപ്പൊ ഈ സിനിമയിലും ഇതിനു മുമ്പ് വന്ന ലൂസിഫറിലും ഞങ്ങൾ അഭിനയിക്കുന്നതും സഹോദരങ്ങളായിട്ടാണ്. അതും ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ്. ഈ പ്രൊജക്ട് തീർച്ചയായിട്ടും ഈ സിനിമ ഭയങ്കര സ്പെഷ്യലാണ്. എനിക്ക് മാത്രമല്ല, എനിക്ക് മനസ്സിലാവുന്നുണ്ട് മലയാളികളെല്ലാവരും ഒരു പേഴ്സണൽ അഹങ്കാരമായിട്ട് ഈ സിനിമയെ കണ്ടു തുടങ്ങി. അതിന് വേർത്തായിരിക്കും ഈ സിനിമ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു, ഏകദേശം ഉറപ്പുണ്ട്. അപ്പോൾ ബാക്കി നമുക്ക് ഇനി തിയേറ്ററിൽ 27-ാം തീയതി കാണാം. താങ്ക് യു സോ മച്ച്. Thank you so much. രാവിലെ 9 മണി മുതൽ, rather 8:30 മുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്യാണ്. So I hope you all understand. Thank you so much, Tovino sir. A huge cheer for him. Now we have next the fantabulous, the beautiful Miss Manju Warrior. Ma'am, you're known to pick such difficult roles. How do you pull it off? Is my question for you. Thank you. Hello. Hi. എന്തൊരു എനർജിയാ. മലയാളം or English? മലയാളം. ഇംഗ്ലീഷ്. നാളെ എന്താ പരിപാടി? പ്രോമിസ്. ഞങ്ങളും നിങ്ങളെ പോലെ തന്നെ ഞാനും ഒരുപാട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എമ്പുരാൻ പോലെ അല്ലെങ്കിൽ ലൂസിഫർ പോലെയുള്ള ഒരു സിനിമ ഒരു കരിയറിൽ സംഭവിക്കുക എന്ന് പറയുന്നത് വളരെ വല്ലപ്പോഴേ സംഭവിക്കാറുള്ളൂ. അതിന്റെ വലിയൊരു ഭാഗ്യത്തിന്റെ ഭാഗമാവാൻ സാധിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്.
ലൂസിഫർ ഇഷ്ടപ്പെട്ടതുപോലെ എമ്പുരാൻ നിങ്ങൾക്ക് അതിലും ഇഷ്ടപ്പെടും എന്ന് പൂർണ്ണമായ വിശ്വാസമുണ്ട്. എല്ലാവരും സിനിമ കാണുക, ആസ്വദിക്കുക. നിങ്ങൾ എല്ലാവരെയും വന്ന് നേരിട്ട് കാണാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. ഈ വെയിലത്ത് ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി കാത്തു നിന്നതിന് തിരിച്ചും 10,000 മടങ്ങ് സ്നേഹം നിങ്ങൾക്ക് എല്ലാവർക്കും. താങ്ക് യു. Thank you so much, Manju ma'am. Thank you so much, Manju ma'am. Now, for Prithviraj sir. Sir, I have 2 questions for you. You've been part of so many diverse films. Bro Daddy, Driving License, Guruvayur Ambalanadiyil, Salar. How do you manage such diverse genres? You are funny, you can play a serious role, you can direct, you can act. How do you do it all, sir? നമസ്കാരം ബാംഗ്ലൂർ. ആദ്യം തന്നെ ഞങ്ങൾക്ക് ഇത്രയും നേരം ഇവിടെ കാത്തുനിന്ന് നിങ്ങൾക്ക് ഒരുപാട് നന്ദി. ഈ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. പക്ഷേ ഈ എമ്പുരാൻ പോലുള്ള സിനിമകൾ സംവിധാനം ചെയ്യുമ്പോൾ സത്യത്തിൽ ഓരോ ഷോട്ട് എടുക്കുമ്പോഴും മോണിറ്ററിന്റെ ബാക്കിലും ക്യാമറയുടെ ബാക്കിലും ഇരുന്ന് ഞാൻ സ്വപ്നം കാണുന്നത് ഇതുപോലൊരു ക്രൗഡാണ്. അപ്പൊ അതിന് വന്ന് ചേർന്നതിൽ ഒരുപാട് സന്തോഷം. ഈ 27-ാം തീയതി ഞങ്ങളൊരു വലിയ സ്വപ്നം കണ്ട് അതിനുവേണ്ടി ഇതിനു മുമ്പ് കാണിച്ചിട്ടില്ലാത്ത ഒരു വലിയ ധൈര്യം കാണിച്ച് എന്റെ പ്രൊഡ്യൂസേഴ്സും എന്റെ കാസ്റ്റ് ആൻഡ് ക്രൂവും ലാലേട്ടന്റെ ലീഡർഷിപ്പിൽ ഞങ്ങളൊരു വലിയ ആസ്പിറേഷണൽ സിനിമയാണ് നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടെത്തിക്കുന്നത്. അത് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന പോലെ ആഗ്രഹിക്കുന്ന പോലെ ഒരു വലിയ വിജയമായി തീർന്നാൽ ഒരുപക്ഷെ മലയാള സിനിമയ്ക്ക് ഒരുപാട് പുതിയ കാര്യങ്ങളുടെ തുടക്കമായേക്കാം. ഇത് ബാംഗ്ലൂർ ആയതുകൊണ്ടും എനിക്ക് പൊതുവെ ആ ചീത്തപ്പേരുള്ളതുകൊണ്ടും ഞാനൊരു 2 മിനിറ്റ് ഇംഗ്ലീഷ് സംസാരിക്കാം കേട്ടോ. Thank you so much for being here and waiting for so long in the hot sun for us. I have to actually make an observation here because as I was on my way to this function, I was told. As I was on my way to the function here, I was told that the city in the entire country of India where Empuran is playing the maximum number of shows is Bangalore. For the first time in the history of Malayalam cinema, there's a film from the Kerala film industry in 5 different languages going to play more than 1,000 shows in Bangalore on day 1. And when I say that, I have to give a special shout out to my very close friends and associates, Hombale Films, because it is because of them, because of Vijay Kirigandur, that we have managed to showcase our film in such a fantastic fashion. And of course, for the lovely film-loving audience from Karnataka. Kerala, people look at me as an ambassador for Kannada cinema because Prithviraj Productions has released KGF 2, Salar, Charlie 777, Saptasagara, all these Kannada films found its way to the state of Kantara, of course. All these Kannada films found its way to the state of Kerala through me. And I promise I will be associated with Kantara 2, with KGF 3, Salar 2, all that. But this is our attempt to bring Malayalam cinema to you through such a showcase, and I really hope that all the confidence and faith that Hombale Films has shown on our film will be met with equal excitement on the 27th of March. ഒരുപാട് നന്ദി എസ് വ്യാസ കോളേജ് ആൻഡ് ദ മാനേജ്മെന്റ് ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് തന്നതിന്. എന്റെ ഓർമ്മയിൽ ഐ ഡോണ്ട് നോ ബാംഗ്ലൂരിൽ ഒരു മലയാളം സിനിമ റിലീസിന് മുമ്പ് ഒരു കോളേജിൽ നിന്ന് ഇതുപോലൊരു പരിപാടി നടത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. സോ താങ്ക് യു ഫോർ ദ ഫസ്റ്റ് ടൈം. എനിക്കറിയാം ഈ ഞങ്ങളിവിടെ എത്തുന്നു എന്ന അവസാന നിമിഷം ഈ ഇൻഫർമേഷൻ കിട്ടി. ഒരുപാട് മലയാളി അസോസിയേഷൻസ് ഒക്കെ ഒത്തുചേർന്ന് ഒരുപാട് പേരിവിടെ അങ്ങനെ എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ ബീയിങ് ഹിയർ. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 27-ാം തീയതി എന്നൊരു ദിവസം ഒരു വലിയ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെയും മലയാള സിനിമയുടെ ഒരുപാട് തുടക്കങ്ങളുടെയും ഒരു ലാൻഡ്മാർക്ക് ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. താങ്ക് യു ഓൾ വൺസ് അഗൈൻ. Thank you so much, Rajveda. Thank you so much, Prithvi sir. Now,
I say the name? Thank you so much. Good afternoon. Thank you each and everyone for this great warm welcome. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സോ സോറി, ഞങ്ങളും ഇതുപോലെ കോളേജിലെ വെയിലത്തൊക്കെ കാത്തു നിന്നിട്ടുണ്ട് ആൾക്കാരെ കാണാൻ. സോ ഐ ആം സീയിങ് സോ മെനി പീപ്പിൾ അല്ലെ, ഇവിടെ നിന്നുള്ള എത്രയോ വലിയ കുട്ടികൾ, എത്രയോ നല്ല ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ സിനിമയിലും ഗ്രേറ്റ് ആക്ടേഴ്സ് ആത്, ഗ്രേറ്റ് ഡയറക്ടേഴ്സ് ആത്, ഒരുപാട് പേരെ ഞാൻ നിങ്ങളിൽ കാണുന്നു, എന്നിൽ കാണുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് വണ്ടർഫുൾ വെൽക്കം ആൻഡ് താങ്ക് യു കോളേജിലെ ഈച്ച് ആൻഡ് എവരി വൺ, എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. പൃഥ്വി പറഞ്ഞ പോലെ ഒരു മലയാള സിനിമയുടെ ഒരു ലോഞ്ച് ആദ്യമായിട്ടായിരിക്കും ബാംഗ്ലൂരിൽ ഇങ്ങനെ നടക്കുന്നത്. I had the chance of doing so many films in Bangalore. I have done some Kannada films also. But this kind of reception, unbelievable. Thank you so much. Okay, we have come out with a film called Empuran. അതൊരു ട്രയോളജി, ഒരു ഫ്രാഞ്ചൈസിന്റെ രണ്ടാമത്തെ പോർഷനാണ്. നിങ്ങൾ എനിക്ക് തോന്നുന്നു 90% ആൾക്കാർ ലൂസിഫർ കണ്ടിട്ടുണ്ടാകും. ആ ലൂസിഫർ എന്ന് പറയുന്ന സിനിമ എൻഡ് ചെയ്യുന്നത് അതിലെ കഥാപാത്രത്തിന് വേറൊരു ഐഡന്റിറ്റി ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. ഖുറേഷി അബ്രഹാം. സോ ഈ സിനിമയിലൂടെയാണ് ഖുറേഷി അബ്രഹാമിന്റെ കഥ പറയുന്നത്. ആ എന്റെ സൈക്കിൾ കംപ്ലീറ്റ് ആകണമെങ്കിൽ മൂന്നാമത്തെ സിനിമ കാണണം. ആദ്യത്തെ സിനിമയുടെ സക്സസ് അനുസരിച്ചാണ് രണ്ടാമത്തെ സിനിമ ഞങ്ങളെടുത്തത്. തീർച്ചയായിട്ടും ഈ സിനിമയുടെ ഒരു സക്സസ് അനുസരിച്ചായിരിക്കും മൂന്നാമത്തെ സിനിമ വരുന്നത്. സോ we all need your participation, your love and prayers for this film. We have created a very big film. നമ്മുടെ ഈ സിനിമ ഇന്ത്യയിൽ മാത്രമല്ല ഗ്ലോബലി വളരെയധികം വലിയ നല്ല റിസപ്ഷനാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്, കാണാൻ സാധിച്ചിരിക്കുന്നത്. എല്ലാവരും they are all waiting to watch this film. ഞാനും അതുപോലെ വളരെ ആങ്ഷ്യസ് ആയിട്ട് നിൽക്കുകയാണ് ഈ സിനിമ കാണാൻ. എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അതുപോലെ നിങ്ങൾ എല്ലാവരും നാളെ ഞങ്ങൾക്ക് ഒരു നല്ല ദിവസം നേരുക. ഓക്കെ, ലെറ്റ് us work together. Let us എന്താ പറയേണ്ടത്, നമുക്ക് ഒരുമിച്ച് നടക്കാം. Let us walk together and we can create so many histories. നമുക്കിത് ഒരു മലയാള സിനിമയ്ക്ക് വേണ്ടി മാത്രമുള്ള ഒരു സിനിമയല്ല. ദിസ് ഈസ് എ പ്ലാറ്റ്ഫോം. ഒരുപാട് ലാംഗ്വേജുള്ള ഒരുപാട് പുതിയ ആൾക്കാർക്ക് പുതിയ വാതിലുകൾ തുറക്കുന്ന ഒരു സിനിമയായിട്ട് ഇത് മാറട്ടെ. ആൻഡ് ഒരു എന്താ പറയുന്നത്, ഒരു ബിഗ് താങ്ക്സ് ടു പൃഥ്വിരാജ് ഫോർ ക്രിയേറ്റിംഗ് ഇങ്ങനൊരു സിനിമയെക്കുറിച്ച് ചിന്തിച്ചത്, ഇങ്ങനൊരു സിനിമയെക്കുറിച്ച് പിന്നെ സംസാരിച്ചത്, ഇങ്ങനൊരു സിനിമ എടുക്കാൻ പിന്നെ മനസ്സ് കാണിച്ചത്. And I strongly believe, and with all the pride and proud I am saying, he will be the greatest director in India one day. അങ്ങനെ already he has proved, but അങ്ങനെയല്ലല്ലോ, അടുത്ത സിനിമയാണ് അദ്ദേഹത്തിന്റെ വലിയ സിനിമ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ സിനിമ കഴിയുമ്പോൾ അതിന്റെ അടുത്ത സിനിമ, അങ്ങനെ സിനിമയ്ക്ക് ഒരു പുതിയ ഭാഷ്യം രചിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. ഞങ്ങൾക്ക് വേറെ ഒരു സ്ഥലത്തേക്ക് പോകണം, എന്നിട്ട് ഞങ്ങൾക്ക് ഇന്ന് കൊച്ചിയിൽ പോകണം. കൊച്ചിയിൽ ഞങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇന്നലെ രാവിലെ സിനിമ കാണണം. അതിന് ഒരിക്കൽ കൂടെ നിങ്ങൾ ഇത്രയും സമയം വെയിലത്ത് നിർത്തിയതിന് ഒരു സങ്കടം, പക്ഷെ ഒരുപാട് നന്ദി. താങ്ക് യു. താങ്ക് യു ലാലേട്ട. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം. ലാലേട്ട, ഒരു ഡയലോഗ് ഞങ്ങൾക്ക് വേണ്ടി പറയാം. ഇവര് മുമ്പേ പറഞ്ഞില്ല, നന്ദനത്തിലെ ഒരു ഡയലോഗാണ്. എന്നാ പറ, നന്ദനത്തിലെ ഒരു ഡയലോഗ് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പറയാമോ? എന്നാ പറ. ഐ ലവ് യു. Sir, Mohanlal sir, one last request. ನಮ್ಮ ಬೆಂಗಳೂರು ಆಡಿಯನ್ಸ್ಗೆ, ನಮ್ಮ ಕರ್ನಾಟಕ ಜನತೆಗೆ ಕನ್ನಡದಲ್ಲಿ ಪ್ಲೀಸ್ ಕೇಳ್ಕೊಡಿ ಟು ಕಮ್ ಅಂಡ್ ವಾಚ್ ಎಂಪುರಾನ್ ಇನ್ ಥಿಯೇಟರ್ಸ್. ನಾನು ಹೇಳ್ತೀನಿ, ನೀವು ರಿಪೀಟ್ ಮಾಡ್ತೀರಾ? ಐ ವಿಲ್ ಟೆಲ್ ಯು. ಕ್ಯಾನ್ ಯು ರಿಪೀಟ್ ಡೈಲಾಗ್ ಇನ್ ಕನ್ನಡ? ಎಲ್ಲರೂ ಬಂದು ಖಂಡಿತ ಎಂಪುರಾನ್ ಸಿನಿಮಾ ನಾಳೆ ಚಿತ್ರರಂಗದಲ್ಲಿ
ಚಿತ್ರರಂಗದಲ್ಲಿ ಆ ಚಿತ್ರರಂಗದಲ್ಲಿ ನೋಡಿ ನೋಡಿ